ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച, ഹാശാ വെള്ളിയാഴ്ച സമാഗതമായിരിക്കുന്നു. ഗുഡ് ഫ്രൈഡേ, ഗ്രേറ്റ് ഫ്രൈഡേ, പാഷൻ ഫ്രൈഡേ. These three terms are used as synonyms in order to know what is Good Friday. നമുക്കെല്ലാവർക്കും അറിയാം, ദുഃഖവെള്ളി എന്നുള്ളത് മലയാളത്തിലൊരു പദമാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, അതിൻ്റെ പാരമ്യത ക്രൂശീകരണത്തിലാണല്ലോ വന്നു നിൽക്കുന്നത്. സർവ്വലോകത്തിനു വേണ്ടി കർത്താവ് മനുഷ്യനായി അവതരിച്ചത് തന്നെ ഒരു യാഗവും ത്യാഗവുമാണല്ലോ. സർവ്വവ്യാപിയായവൻ ഒരു ശിശുവിനെ പോലെ ജനിച്ചു വീഴണമെന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ ത്യാഗമുണ്ട്. അതുകൊണ്ടാണ് വചനിപ്പ് പെരുന്നാൾ ദുഃഖവെള്ളിയാഴ്ച വന്നാലും വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ലോകരക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു കിടന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധ അമ്മയുടെ ഉദരം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ മനുഷ്യാവതാരം ചെയ്ത കർത്താവിൻ്റെ അമ്മ, ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. 2, കാൽവറിയിലെ കുരിശ്. കാൽവറിയിലെ കുരിശിനെ അത് കള്ളന്മാരെയും നീചന്മാരെയും കുരിശിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാകുന്നുവെങ്കിൽ, നിന്ദയുടെ ഉപകരണമായിരുന്നുവെങ്കിൽ, കർത്താവിൻ്റെ പ്രവേശത്തോടുകൂടി അത് സ്നേഹത്തിൻ്റെ ഉപകരണമായി മാറുകയാണ്. ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത് എന്ന് ക്രൂശിനെ ഏറ്റവും ദേഷിച്ച ശൗല് പൗലോസായി മാറിയപ്പോൾ ഉറക്കെ വിളിച്ച് പറയുന്ന ശബ്ദം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടല്ലോ. ഗലാത്യ ലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കോ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവം സ്ലീബാ വന്ദനവിലൂടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ക്രിസ്ത്യാനികൾ പ്രശംസ നേടുകയും തേടുകയുമാണ്. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേക അനുഭവം. സഭാമക്കൾ, സഭാവിശ്വാസികൾ ലോകത്തിലെവിടെയായാലും അവർ വലിയ വെള്ളിയാഴ്ച ദിവസം എങ്ങനെയെങ്കിലും ദേവാലയത്തിൽ ഓടിയെത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് കർത്താവിൻ്റെ ക്രൂശിനോട് പരസ്യവും പ്രത്യക്ഷവുമായ അഭേദ്യ ബന്ധം ഉണ്ട് എന്നതുകൊണ്ടാണ്. ക്രിസ്ത്യാനികൾ കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് വരയ്ക്കണം എന്നത് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വി നീഡ് ടു വെയർ ദ ക്രോസ് ആൻഡ് മേക്ക് ദ സൈൻ ഓഫ് ദ ക്രോസ്. ഇത് 3 നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ക്രിസ്തുവിൻ്റെ കുരിശ് മാത്രമേ നാം ധരിക്കാവൂ. യേശുക്രിസ്തുവിൻ്റെ കുരിശ് മാത്രമേ നാം വഹിക്കാവൂ. യേശുക്രിസ്തുവിൻ്റെ കുരിശ് മാത്രമേ നാം വരയ്ക്കാവൂ. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് ഒഴുകുന്നത് ദിവ്യസ്നേഹം മാത്രമാണ്. നാം ഒന്ന് ആലോചിച്ചാൽ എന്തുമാത്രം ക്രൂരതയാണ് ക്രൂശീകരണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അസൂയ നിറഞ്ഞ ലോകം. അവർ പരസ്പരം ശത്രുക്കളായിരുന്നുവെങ്കിലും സത്യത്തെ കുരിശിക്കുവാൻ വേണ്ടി അവരൊരുമിക്കുന്ന ഒരു രീതി നാം കാണുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ശത്രുക്കളാണെങ്കിലും സത്യം എവിടെയുണ്ടോ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് ക്രൈസ്തവരിടയിലും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സത്യം എന്താ എന്ന് തിരിച്ചറിയാൻ ഇഷ്ടമില്ലാതെ, അല്ലെങ്കിൽ ഇന്ന് ഈ പെയ്ഡ് വാർത്തകൾ ഇഷ്ടം പോലെ ഉള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് അതുകൂടി ഉപയോഗിച്ച് സഭാജീവിതത്തെയും സത്യജീവിതത്തെയും നശിപ്പിക്കാനായിട്ട് ഒരുമ്പെടുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് കൂടുകയാണ്. ക്രിസ്ത്യാനികൾക്കുപരിയായ മറ്റുള്ളവരെക്കുറിച്ച് നാം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നാം നേരെയാകണമല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ദിവസത്തെ നാം ആചരിക്കുമ്പോൾ നാം സത്യത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം.
വിവേചന ശക്തി നമ്മിൽ വർദ്ധിക്കണം. ക്രിസ്തുവിന് ക്രൂശ് എന്നിൽ നടത്തിയിരിക്കുന്ന സ്വാധീനങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കണം. കുരിശ് കണ്ടാൽ അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു ചൂണ്ടുപലകയായി നിൽക്കുന്നു എന്ന ബോധ്യം നമ്മിൽ ഉണ്ടാകണം. ക്ഷമയും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി നിക്ഷേപിച്ച് പകർത്തി മുന്നോട്ട് കൊണ്ട ഒരാളാണ് ഞാനെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ക്രിസ്തു എന്ന രക്ഷകൻ ക്രൂശിലൂടെ ലോകരക്ഷ വരുത്തിയെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളായ നാം കർത്താവിൻ്റെ ക്രൂശ് ഏന്തി ലോകരക്ഷയുടെ തുടർച്ചയ്ക്കായി നാം പ്രവർത്തിക്കണം. ക്രിസ്ത്യാനിറ്റി ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നൊരു ചൊല്ലുണ്ട്. കർത്താവായ യേശു തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പിന്തുടർച്ചയാണ് സഭ എന്ന് ഒരു നിർവചനമുണ്ട്. സിൻസ് വി ആർ members of the church body, organs of the body of Christ, the adoration, the adornment of the bride of Christ, ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ നമ്മിൽ കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ ഈ വലിയ വെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചീത്തകളോട് കൂട്ടുകൂടരുത്, നന്മയോട് കൂട്ടുകൂടി നന്മയ്ക്ക് വേണ്ടി സദാ നിലനിൽക്കുവാൻ, സത്യത്തെ ഉയർപ്പിച്ചു നിർത്തുവാൻ ഇടയാകണം. ബ്ലൈൻഡ് ഇമിറ്റേറ്റേഴ്സായി നാം മാറരുത്. പിന്നെയോ യഥാർത്ഥ വിവേകമുള്ള ദൈവമക്കളായി നാം മാറണം എന്നത് ക്രിസ്തു നമ്മെ തൻ്റെ ക്രൂശീകരണ പാതയിൽ പഠിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ചിലപ്പോൾ അവൻ ഒന്ന് ഫ്ലെക്സിബിൾ ആയിരുന്നുവെങ്കിൽ ക്രൂശീകരണമില്ലാതെ വരുമായിരുന്നു. പക്ഷേ തിന്മയ്ക്കെതിരെ യാതൊരു ഫ്ലെക്സിബിലിറ്റിയും കോംപ്രമൈസും ഇല്ലാതെ നിന്ന് എന്നാൽ തിന്മ ചെയ്യുന്നവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് കർത്താവ് ക്രൂശിൽ ഏറി. അതുതന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതാനുഭവം, നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന് പ്രതിജ്ഞയും. അതുകൊണ്ട് ഈ വലിയ വെള്ളിയാഴ്ച നാം ആചരിക്കുമ്പോൾ നാം ക്രിസ്തുവാണ് എന്ന ബോധ്യം നമ്മിലുണ്ടാകാൻ ഇടയാകണം. വാട്ട് എവർ വി ഡു, വാട്ട് എവർ വി സേ, വാട്ട് എവർ വി തിങ്ക്, വാട്ട് എവർ വി ആക്ട്, എവറിത്തിങ് ഷുഡ് ബി ക്രൈസ്റ്റ് എന്നുള്ള ആ വലിയൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ വലിയ വെള്ളിയാഴ്ചയുടെ ദിവ്യാനുഭവം ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മോടൊപ്പം നിലനിൽക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ മഹത്വീകരണത്തിലേക്കുള്ള ഒരു പാതയായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.